അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രയേലിൽ നിന്നും വരുന്ന പുതിയ അപ്ഡേഷൻസ് ആണ്. എന്തൊക്കെ പുകിലായിരുന്നു ഈ യുദ്ധത്തിന്റെ തുടക്കകാലത്ത് ഇസ്രയേലി യഹൂദ കൂട്ടങ്ങൾ പറഞ്ഞത്, എന്തെല്ലാം ബെഡായികളായിരുന്നു പറഞ്ഞത്. ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന് അവർ പറഞ്ഞത് ഏറിയാൽ ഒരാഴ്ചക്കുള്ളിൽ ഹമാസിനെ തുടച്ചു നീക്കും, ഹിസ്ബുള്ളയെ തുടച്ചു നീക്കും, ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ തുടച്ചു നീക്കും, ഹമാസിനെ മുച്ചോടും മുടിപ്പിക്കും എന്നുള്ള ബെഡായികളായിരുന്നു പറഞ്ഞത്. ഒരാഴ്ച, അവർക്കിപ്പോഴും ഒരാഴ്ചയായിട്ടില്ല. യഹൂദന്മാരുടെ മാസങ്ങൾക്ക് വ്യത്യാസമുണ്ട്. യഹൂദന്മാരുടെ മാസം മറ്റുള്ളവരുടെ മാസങ്ങൾ പോലെയല്ല. അവരുടെ ഒരാഴ്ചക്ക് ഒരുപാട് നീളമുണ്ട്, ദൈർഘ്യമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി തൊടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേഷൻസുകൾ കേട്ടാൽ ഞെട്ടിപ്പോകും. എന്തൊക്കെ പുകിലായിരുന്നു ഇസ്രയേലിന്റെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നത്. മലപ്പുറം കത്തി, അമ്പും വില്ലും, AK-47. ഇപ്പൊ എന്തായി? പവനായി, ശവമായി. നെതന്യാഹു ശവമായി, ജോ ബൈഡൻ ശവമായി, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, EU അതായത് യൂറോപ്യൻ യൂണിയൻ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ട്രിപ്പിൾ-Hന്റെ പൂട പറിക്കാൻ പറ്റിയില്ല. ഇവരുടെ മതിൽക്കെട്ടിന് വെളിയിൽ ഇസ്രയേൽ പണി കഴിപ്പിച്ച വൻ മതിലുണ്ടല്ലോ, ആ മതിലിന്റെ വെളിയിൽ തൊട്ടപ്പുറത്ത് ഹമാസ് തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു, ഹിസ്ബുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു. അറിഞ്ഞില്ല. 100 കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിൽ 8 കാലി വല പോലെ വ്യാപിച്ചു കിടക്കുന്ന തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ട് അറിഞ്ഞില്ല. ഈ തുരങ്കങ്ങളിൽ നിന്നും പുറത്തെടുത്ത മണ്ണ് എന്തു ചെയ്തു, എങ്ങോട്ട് പോയി? സാറ്റലൈറ്റ് ഉപയോഗിച്ച് നോക്കി, സകലതും മരിച്ചു പറക്കി നോക്കി, ഒരു ചുക്കും മനസ്സിലായില്ല, പിടികിട്ടിയില്ല. ഇസ്രയേലിന്റെ പുകൾപെറ്റ ചാരസംഘടന മൊസാദ് അറിഞ്ഞില്ല. അമേരിക്കയുടെ പുകൾപെറ്റ ചാരസംഘടന CIA അറിഞ്ഞില്ല. സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അറിഞ്ഞില്ല. മൊസാദ് അറിഞ്ഞില്ല. ഇവരുടെയൊക്കെ വിടുവായത്വം എന്തായിരുന്നു? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ ഹമാസിന്റെ ഭാഗത്തേക്ക്, ഗസയുടെ ഭാഗത്തേക്ക് തുരങ്കങ്ങളുടെ കിലോമീറ്ററുകൾ അകലെ പോലും ഇവർ പോകില്ല. എവിടെ നിന്നാണോ വെടി വരുന്നത്, എവിടെ നിന്നാണോ ആക്രമണം വരുന്നത്, എവിടെ നിന്നാണോ കുഴി ബോംബ് പൊട്ടുന്നത്, ടാങ്കുകളെല്ലാം ഓലപ്പടക്കം പോലെ പൊട്ടുകയാണ്. ഓലപ്പടക്കം പോലെ തീരില്ല. ഇസ്രയേലിനെ തീർത്തിട്ടല്ലാതെ ഇതിന് ഒരു ശമനം ഉണ്ടാവും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അവസാനം പവനായി ശവമായി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇസ്രയേലിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ സംഭവ വികാസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രയേൽ ഇന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ. ഒരു രാജ്യം എപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു രാജ്യം ആ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പണ്ട് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ജീവന് വരെ ഭീഷണിയുണ്ടായ സമയത്ത്, ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി തന്നെ ഇല്ലാതാകും എന്ന് ബോധ്യപ്പെട്ട സമയത്ത് ഇന്ദിരാഗാന്ധി നേരിട്ട ഏറ്റവും വലിയ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സമയത്താണ് ഇന്ദിരാഗാന്ധി അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതുപോലെ ഇസ്രയേലി യഹൂദ കൂട്ടങ്ങൾ കരയാൻ പോകുന്നതേയുള്ളൂ, വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ. ഇസ്രയേലി യഹൂദ കൂട്ടങ്ങൾ ഇന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ കുറെ ഇസ്രയേലി ആരാധകരുണ്ട്. അവർക്കും കൂട്ടത്തിൽ കെട്ടിപ്പിടിച്ചിരുന്ന കരയ. അതാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും, ഹമാസിൽ നിന്നും, ഹൂത്തികളിൽ നിന്നും, ഹിസ്ബുള്ളയിൽ നിന്നും, ഇസ്ലാമിക് റെസിസ്റ്റൻസിൽ നിന്നും എല്ലാം ലഭ്യമാകുന്ന പുതിയ അപ്ഡേഷൻസ്. ഇതാണ്
നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നോക്കുക, കണ്ണിറയെ കാണുക. ആയിരക്കണക്കിന് മിസൈലുകളാണ് ഒരേ സമയം ഇസ്രയേലിന്റെ തലസ്ഥാനമായ തെൽ അവീവിനെ ലക്ഷ്യമാക്കി ഇന്നലെ പാഞ്ഞത്. അതിൽ ഏതാനും 1-2 ഒക്കെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ തകർത്തു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ മൃഗീയ ഭൂരിഭാഗവും ബഹുഭൂരിപക്ഷം മിസൈലുകളും ഓൺ ടാർഗറ്റിൽ പതിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. ഏതായാലും നിങ്ങളും കൂടി ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ കണ്ടില്ലേ, ഇറാൻ ഒരു മെന്റലി വാർ, ഇസ്രായേലിനെതിരെ ഒരു മെന്റലി വാർ തുടങ്ങിയിട്ട് ആഴ്ചകളോളമായി. ഇറാൻ പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് ആക്രമിക്കും ഇസ്രയേലിനെ. ഇത് പറഞ്ഞതോടുകൂടി പേടിച്ച് എലി മാളത്തിൽ ഒളിക്കുന്നത് പോലെ ഒളിച്ചിരിക്കുകയാണ്. ആ ഒളിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. മെന്റലി അവർ യുദ്ധം ചെയ്യുകയാണ് ഇസ്രയേലിനോട്. ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്, സൈനിക നേതൃത്വത്തിന് കിടന്നാൽ ഉറക്കം വരുന്നില്ല, ഇരുന്നാൽ ഇരുപ്പിറക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, കക്കൂസയിൽ പോയാൽ കാര്യം സാധിക്കാൻ പറ്റുന്നില്ല. ഇറാന്റെ അറ്റാക്ക് എപ്പോഴാണ് വരുന്നത്, ഇസ്രയേലിനെ ലക്ഷ്യമാക്കി എപ്പോഴൊക്കെയാണ് കുതിച്ചെത്തുന്നത്, ഒരു പിടിയുമില്ല. ഇറാൻ ശക്തമായി ആയുധങ്ങളെല്ലാം യഥാസ്ഥാനത്ത് ഉറപ്പിക്കുന്ന പണിയിലാണിപ്പോൾ. ഇതൊരു മെന്റലി വാറാണ്. ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെയുള്ള മെന്റലി വാറാണ്. മാനസികമായിട്ട് അവരെ യുദ്ധത്തിന് അടിമകളാക്കുക. ഇറാൻ വരുന്നത് പേടിച്ച് അവർ ഇരിക്കുക. ഇതാണ് അവസ്ഥ. ഇസ്രയേലിന്റെ തലസ്ഥാനമായ തെൽ അവീവിൽ ചെന്ന് നോക്കിയാൽ ഒരു കുഞ്ഞുപോലും പുറത്തില്ല. അവിടെ പണിത് വെച്ചിരിക്കുന്ന മാളങ്ങളെല്ലാം ഫില്ലായി. എല്ലാ മാളങ്ങളും ഫില്ലായി. ഉറുമ്പും കൂട്ടിൽ ഉറുമ്പരിക്കുന്നത് പോലെ അഡ പോലെ ഇരിക്കുകയാണ് ജനങ്ങൾ. ഇസ്രയേലി ജനങ്ങൾ മാളത്തിൽ കയറി. എപ്പോഴാണ് ഇറാന്റെയും അവരുടെ പ്രോക്സികളുടെയും മാരകമായ മിസൈലുകൾ എപ്പോഴാണ് നമ്മുടെ നേർക്ക് തിരിയുന്നത് എന്ന കാര്യത്തിൽ പേടിച്ച് ഡയപ്പറിൽ കാഷ്ടിച്ച് മൂത്രിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഡയപ്പറിൽ പുറത്തു വന്ന് കക്കൂസിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായി. മെന്റലി വാർ അത് നിസ്സാരമല്ല. ഓർക്കുക, ആരെയും കൊച്ചായി കാണരുത്. ആരുടെ രാജ്യത്തും അധിനിവേശം നടത്തരുത്. ഇപ്പോൾ അമേരിക്കയിൽ 2 ദിവസം മുൻപ് ഒരു പ്രകടനം നടന്നു. എന്താണെന്ന് മനസ്സിലായോ? ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോക്ക് തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോ അതാണ്. അമേരിക്കയിലെ യഹൂദന്മാരും ക്രൈസ്തവരും കൂടിച്ചേർന്ന് വമ്പൻ റാലി, ഷിക്കാഗോ തെരുവീതികളിൽ വമ്പൻ റാലി അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ അവരുടെ മുദ്രാവാക്യം? ഇസ്രയേൽ എന്നൊരു രാജ്യമേ ഇല്ല, അത് ഫലസ്തീനാണ്. ഫലസ്തീന്റെ മണ്ണ് ഫലസ്തീന് വിട്ടുകൊടുക്കുക. ഫലസ്തീന്റെ മേൽ അധികാരം ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങൾ അവസാനിപ്പിക്കുക. ഫലസ്തീനെ സ്വതന്ത്രമാക്കുക. ആരാണ് പ്രകടനത്തിൽ പങ്കെടുത്തതെന്ന് അറിയാമോ? അമേരിക്കയിലെ ക്രൈസ്തവരും യഹൂദരും ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇസ്രായേലി അനുകൂലികളെ, കേരളത്തിലുള്ള ഇസ്രായേലി അനുകൂലികളെ, നിങ്ങൾ കരയാൻ തുടങ്ങിക്കൊള്ളുക. കണ്ണീർ വരുന്നില്ലെങ്കിൽ അല്പം ഗ്ലിസറിൻ തേച്ചു കൊടുത്താൽ മതി. അവിടെ കൂട്ടക്കുഴിമാടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ യഹൂദന്മാരെ അടക്കം ചെയ്യാൻ. ഗസയിലും അങ്ങനെയാണ്. ഗസയിൽ മുസ്ലിങ്ങളെ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ഇതൊരു പുത്തിരിയൊന്നുമല്ല. യുദ്ധത്തിൽ മരിക്കുക അത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ.
യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരിച്ചു വീഴുന്നത് ഒരു മഹാലോട്ടറി അടിയാണ് എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. പക്ഷേ യഹൂദികളും ക്രൈസ്തവരുടെ വിശ്വാസം അങ്ങനെയില്ല. ഈ ഭൂമിയിലെ ജീവിതമുള്ളൂ, ഇവിടെ മരണപ്പെട്ടാൽ പിന്നെ തീർന്നു, ജീവിതം തീർന്നു. അപ്പോൾ നമ്മളുടെ ആയുസ് മുഴുക്കെ ജീവിച്ച് തീർക്കാൻ അവർക്ക് കൊതിയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കൊതിയൊന്നുമില്ല. അവർക്ക് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കണമെന്ന് ഏറെ ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ചേർത്തുകൊണ്ട് മറ്റൊരു വീഡിയോ ഉടനെ വരുന്നതാണ്. അതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.